പക്ഷേ ഈ സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിലെ വേറിട്ട ഒരു ധാരയും പൊതുവിൽ സ്വീകാര്യമായ മാതൃകാപരമായ ഒരു സമ്പ്രദായം എന്നൊക്കെയാണ് പലരും പറയുന്നത്. നമ്മളും നമ്മുടെ ഫ്ലോറിൽ മാഷും പറഞ്ഞിട്ടുണ്ട്, സൂഫികളെ കുറിച്ച് വലിയ പ്രശംസനീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, സൂഫിസത്തിലും കുറേ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഇന്നലെ വന്നിട്ടുണ്ട്. കൊടുവള്ളിയിലാണ് സംഭവം. കൊടുവള്ളിയിൽ പുത്തൻ വീട് സമ്പ്രദായം, കോരൂർ തരീഖത്ത് എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഈ കുറേ കാലമായിട്ടുള്ളതാണ്. അവിടെ ഇപ്പോൾ വള്ളിയപ്പച്ചി എന്ന് പറയുന്ന ഒരാളാണ് ഈ സെക്റ്റിൻ്റെ സ്ഥാപകൻ. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് അതിൻ്റെ മേധാവി. അവിടെ ഈ സമ്പ്രദായത്തിൽ ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അതിൽ നിന്ന് ലുബിന, ഷിബില എന്ന് പറഞ്ഞ രണ്ട് സഹോദരിമാർ, ലുബിനയും ഷിബിലയും, ലുബിനയുടെ ഭർത്താവ് റിയാസും ഈ ജീവിത രീതി ഞങ്ങൾക്ക് മടുത്തു എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നു. കാരണം അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ജയിലിൽ കഴിയുന്ന പോലെ ഒരു മനുഷ്യരോടും വേറെ മിണ്ടാൻ പാടില്ല, മറ്റുള്ളവരോട് ഒരു ഇടപെടലും പാടില്ല. ഇസ്ലാമിൽ ആണെങ്കിൽ പള്ളിയിൽ, പൊതുപള്ളികളിൽ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു മനുഷ്യരോടും ബന്ധമില്ലാതെ അവനവനിലേക്ക് ഒതുങ്ങി ജീവിക്കണം എന്നാണ് അതിൻ്റെ വ്യവസ്ഥ. അപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്ത് മറ്റുള്ളവരുമായി സഹവാസമില്ലാതെ, സഹകരിക്കാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ലുബിനയും ഷിബിലയും, ലുബിനയുടെ ഭർത്താവ് റിയാസും ഈ രീതി വിട്ടു. പിന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇവരുടെ ലുബിനയുടെയും ഷിബിലയുടെയും അമ്മയെ കാണാൻ വേണ്ടി ഇവരവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 100ഓളം ആളുകൾ വന്ന് ഇവരെ തടഞ്ഞു. ഇവരെ കൈകാര്യം ചെയ്യുമെന്നുള്ള സ്ഥിതി ഉണ്ടായി. ഇവരിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുക. അപ്പോൾ പോലീസിൽ കേസ് കൊടുത്തോ എന്ന് എനിക്കറിയില്ല, മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. ഏതായാലും ഈ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, വിശ്വാസം വിട്ടാൽ അമ്മയെപ്പോലും കാണാൻ സമ്മതിക്കാതിരിക്കൽ, ഒരു മനുഷ്യനുമായി ബന്ധമില്ലാതെ പ്രാകൃതമായി അവനവനിലേക്ക് ഒതുങ്ങി സ്വന്തം വീടിനുള്ളിൽ മാത്രം ജീവിക്കണം എന്ന് പറയുന്ന ഒരു ധാരയാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഈ വാർത്തയിൽ തീർച്ചയായിട്ടും എനിക്കറിയാവുന്നതാണ് സാർ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് കൊടുവള്ളിയിലെ സംഭവം. അല്ല, കൊടുവള്ളി ഈ ഇവരുടെ ഗുരുവിൻ്റെ നാടാണ്. സംഭവം നടക്കുന്നത് വല്യപ്പച്ചി എന്ന മുത്തച്ഛൻ എന്നാണ് സാർ. നമ്മൾ മുത്തച്ഛനെ വിളിക്കുന്ന പേര്, ഞങ്ങൾ ഉപ്പച്ചിയുടെ വല്യപ്പച്ചി എന്ന് പറയും. എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്ന പേരാണത്. അപ്പോൾ അത് ആദരപൂർവ്വം വിളിക്കുന്ന ഒരു പേരാണ്. ഈ അദ്ദേഹം ഉള്ളത് കൊടുവള്ളിയിലാണ്. കൊടുവള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ആ കൊടുവള്ളിയിലെ ഷെയ്ഖിനെ, അതായത് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ തരീക്കത്തിനും എല്ലാ കാലത്തും ഒരു ഷെയ്ഖ് ഉണ്ടാവും, ഗുരു. അപ്പോൾ അത് ആ തരീക്കത്ത് ആരംഭിച്ചൊരു ഷെയ്ഖ് ഉണ്ടാവും, പിന്നെ പരമ്പരയായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഒരു ഷെയ്ഖിൻ്റെ കാലത്തിന് ശേഷം മറ്റൊരു ഷെയ്ഖ്, ഒരു ഗുരു വരും. ഇപ്പോഴത്തെ ഗുരുവാണ് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. അദ്ദേഹത്തെയാണ് ഈ ആദരപൂർവ്വം വല്യപ്പച്ചി എന്ന് വിളിക്കുന്നത്. ഏത് ഗുരുവിനെ അങ്ങനെ വിളിക്കും? എല്ലാ ഗുരുക്കന്മാരെയും വല്യപ്പച്ചി, അവരുടെ എല്ലാ കാലത്തെയും ഗുരുവിനെ വല്യപ്പച്ചി എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ പാപ്പ എന്ന് വിളിക്കും പോലെ ഉള്ളൊരു സാധനം. പക്ഷേ ഇതിലിപ്പോൾ സാറിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. സൂഫിസത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ അട്ടിമറിക്കുന്നതാണ് ഈ വാർത്ത. പക്ഷേ അതിനകത്ത് പാതി വാർത്തകളുണ്ട്, പലപ്പോഴും പാതി സത്യങ്ങൾ വാർത്തകളായി വരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ഈ നക്ഷബന്ദി ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ പല സൂഫി ധാരകൾക്ക്, ത്വരീക്കത്ത് എന്ന് വെച്ചാൽ വഴി എന്നാണ്, അറബി പാതയാണ്. അപ്പോൾ സൂഫികൾക്ക് ഒരുപാട് വഴികളുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ കൽപ്പാടുകൾ, അദ്ദേഹത്തെയാണ് ബയ്യത്ത് ചെയ്യുക വെച്ചാൽ അദ്ദേഹത്തോട് സമർപ്പണം, പൂർണ്ണമായ സമർപ്പണമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ വാക്കും പ്രവൃത്തിയും ഒന്നും പിന്നെ അവർക്കുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു സമർപ്പണം. അപ്പോൾ അതിൽ പലതരം ത്വരീക്കത്തുകളുണ്ട്. സൂഫിസത്തിൽ കേരളത്തിൽ തന്നെ ധാരാളം വഴികളുണ്ട്, പല ഗുരുക്കന്മാരുടെയും വഴികൾ. അതിപ്പോൾ അതിലൊന്നാണ് ഈ നക്ഷബന്ദി ത്വരീക്കത്ത്. ഖാദിരിയ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ സാർ കേട്ടിട്ടുണ്ടാവും. ഈ മൊഹിയുദ്ദീൻ ഷെയ്ഖ് നേട്ടിട്ട്, ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖാദിർ ഉള്ളതുകൊണ്ട് ഖാദിരിയ ത്വരീക്കത്ത്, നക്ഷബന്ദി ത്വരീക്കത്ത്, ഷംസിയ ത്വരീക്കത്ത്, ഇങ്ങനെ പല ത്വരീക്കത്തുണ്ട്. റിഫായി, ഇവരൊക്കെ സൂഫികളാണ്, ഒക്കെ സൂഫികളാണ്. സൂഫികൾക്കുള്ള ഒരു പ്രാഥമികമായ കണ്ടീഷൻ ഇതാണ്: നിങ്ങൾക്ക് നേരിട്ട് ആത്മീയ വെളിച്ചം കിട്ടില്ല ഒരു ഗുരുവിലൂടെ അല്ലാതെ. ആത്മീയ പ്രകാശം, ആ ഗുരു ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തുക എപ്പോഴെങ്കിലും നമ്മുടെ ബോധ്യപ്രകാരം. അതിൽ ജനാധിപത്യമുണ്ട്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ ശ്രീ എം ഒക്കെ പറയുന്നുണ്ട്, അദ്ദേഹം സഞ്ചരിച്ച് ഒടുവിലെത്തിയത് ഹിമാലയൻ സാനുക്കളിലാണ്. അദ്ദേഹം ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ലാത്തൊരു ഗുരുവിൻ്റെ ചിത്രമൊക്കെ അവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുവിനെ കണ്ടെത്തിയാൽ ആ ജീവിതം പൂർത്തിയായി. അതാണ്. അപ്പോൾ ആ വഴിയിൽ സഞ്ചരിക്കുന്നവനാണ് ത്വരീക്കത്ത് എന്ന് പറയുന്നത്. അതിലൊരു ത്വരീക്കത്താണ് ഞങ്ങളുടെ പ്രദേശത്ത്, മലപ്പുറം ജില്ലയിൽ ആദ്യകാലത്ത് വന്നുപെട്ട അനുയായികളെ കിട്ടിയൊരു ത്വരീക്കത്താണ് ഈ കൊടുവള്ളിയിലെ വല്യപ്പച്ചി എന്ന് വിളിക്കുന്ന ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ
അനുയായികളായിട്ട് ഒരു വലിയ മഹല് പോലെ വലിയ അനുയായികളെ കിട്ടിയ ഒരു പ്രദേശമാണ് കീഴ്ശ്ശേരി. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ പ്രശ്നം അവർ ഈ മുഖ്യധാര ഇസ്ലാമിനോട് കലഹിച്ചു എന്നതാണ്. ഇപ്പോൾ സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി അവർക്കൊക്കെ തന്നെ പള്ളികളുണ്ട്, വെള്ളിയാഴ്ച പ്രാർത്ഥനകളുണ്ട്, ഇമാമുണ്ട്, സംഘടനാ പ്രവർത്തനമുണ്ട്, വരിസംഖ്യയുണ്ട്, മഹല്ലുണ്ട്. അതിനോടൊക്കെ കലഹിച്ചത് കൊണ്ട് ഇവരെ ഒരു റബൽസ് ആയിട്ട് ഇവരെ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരുന്നു അവിടെ. അപ്പോൾ അവരെ കുറൂർ അതാണ് കുറൂർ ഷെയ്ഖിന്റെ ആളുകൾ എന്നാ പറയാം. അപ്പോൾ ആദ്യകാലത്ത് ഒരു ഷെയ്ഖിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട കുറൂർ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വല്യപ്പച്ചി അതിന്റെ ഒരു വന്നതാണത്. അപ്പോൾ കുറൂർ ഷെയ്ഖിന്റെ അനുയായികളായിട്ട് ഇവരെ കണ്ടു. അവരെ ആദ്യം ഒറ്റപ്പെടുത്തിയത് തിരിച്ചാണ്. ഈ മുഖ്യധാര ഇസ്ലാം അവരെ മാറ്റി നിർത്തി. ഇപ്പോഴും അങ്ങനെയാണ്. അവിടെ കലഹിക്കുന്ന ഒരു കൂട്ടരാണ് ഇവര്. സൂഫിസത്തിന്റെ പ്രധാനപ്പെട്ട നന്മകളൊക്കെ അവർക്കുണ്ട്. അവർ വലിയ സംഗീത പ്രിയരാണ്. എല്ലാവരും പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിലാക്കിയ ആ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് പേര് സംഗീതജ്ഞരാണ്. ഉപകരണ ഒരുപാട് പേര് എനിക്കറിയാം. കുറൂറിൽ CM അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരാണ്. നല്ല കലാകാരന്മാരാണ്. പക്ഷെ അവർക്ക് ഈ മുഖ്യധാരയുമായി ബന്ധമില്ല. ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. അവർക്ക് മഹല്ല്, വെള്ളിയാഴ്ച പ്രാർത്ഥന, ജമാഅത്ത്, അതുപോലുള്ള പള്ളിയിലെ ഹജ്ജിന് പോവില്ല. മുഖ്യധാര ഇസ്ലാമിന്റെ യാതൊരു ഹജ്ജ് ഒരു തരം സൂഫികൾക്കില്ല. അപ്പോ അതുകൊണ്ട് കലഹിച്ച് നിന്നവരാണ് അവർ. അപ്പോൾ അവരുമായിട്ട് ഒന്നുമില്ല. അവർ തമ്മിൽ അവരുമായി മുഖ്യധാര ഇസ്ലാം തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ്. തമ്മിൽ തൊട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല. അവർ തമ്മിൽ കെട്ടുബന്ധമില്ല, കല്യാണങ്ങൾക്ക് പരസ്പരം വിളിക്കൂല, മക്കളെ പരസ്പരം കല്യാണം കഴിച്ചു. അപ്പൊ ഇവര് സുന്നികളോ അങ്ങനെ ഒന്നുമല്ല. സൂഫികളെ സത്യത്തിൽ സുന്നികളുടെ ഏറ്റവും സംശുദ്ധമായൊരു വെർഷനാണ് എന്ന് പറയാം നമുക്ക്. ഏത് സുന്നി? കേരളത്തിലെ സവിശേഷ സുന്നി എടുത്തു കഴിഞ്ഞാൽ, സുന്നികൾ സത്യത്തിൽ ആഗോളതലത്തിൽ എടുക്കുമ്പോൾ സുന്നിയും ഷിയായും ഉള്ളുവല്ലോ. അപ്പൊ ഈ നമ്മുടെ നാട്ടിലെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും ഒക്കെ അതിലാ വിടുക. സുന്നികളാണ് അവര് ഷിയാക്കളല്ല. അതേസമയത്ത് കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ സുന്നികളെ എടുത്തു കഴിഞ്ഞാൽ അവരാണ് ഈ പരമ്പരാഗത ഇസ്ലാം. മറ്റേത് പ്യൂരിറ്റാനിയൻ ഇസ്ലാമാണ്. എന്ന് വെച്ചാൽ ഈ പരമ്പരാഗത സംസ്കാരം, ചരിത്രം അതൊന്നും ആവശ്യമില്ല. ഒരു ഏകലോക ഇസ്ലാം, ലോകത്തിലെല്ലായിടത്തും ഒരു പാൻ ഇസ്ലാമിക് രാജ്യം, അങ്ങനെ ഒരു സ്വപ്നമുള്ളവരാണ്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരോട് മുഖ്യധാര ഇസ്ലാം കലഹിച്ചുകൊണ്ടേയിരുന്നു. അവർ മുഖ്യധാര ഇസ്ലാമിനോട് കലഹിച്ചുകൊണ്ട് നിന്ന റബലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഒരു സൂഫികളുമാണ്. സൂഫികളുടെ നന്മകളൊക്കെ അവർക്ക് ഉണ്ട് താനും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ, ഈ വാർത്തയിലെ ഒരു പാതി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം, എല്ലാവരും എല്ലാ വാർത്തയിലും മൂടി വെക്കുന്നത്. ഞാനിത് വാർത്ത കേട്ടപ്പോൾ ആദ്യം എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു ചോദിച്ചു, എന്താ ഈ കേസ്? പോലീസ് കേസ് വന്നതാണ്. ആദ്യം വന്ന പോലീസ് കേസാണ് ഈ വാർത്തയിൽ. പക്ഷേ പോലീസ് കേസിന്റെ കാര്യം പറയുന്നില്ല, അദ്ദേഹത്തിന് കിട്ടിക്കാണുമില്ല, നേരത്തെയാണ്. ആ പോലീസ് കേസ് വന്നതിന് ശേഷം നമ്മുടെ ആരിഫ് ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ ഇത് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാനിത് എന്താണ് വസ്തുത അറിയാൻ നോക്കി. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവരും മൂടി വെക്കുന്ന ഒരു കാര്യം, ഈ റിയാസ് ഈ സെക്റ്റിൽ നിന്ന് പോയതാണ്. ഈ സൂഫികളുടെ ഹസ്ബൻഡ് ഈ കുടുംബത്തിൽ നിന്ന് ഈ വിശ്വാസികളിൽ നിന്ന് ഒരാൾക്ക് ഒരു പുതിയ വെളിച്ചം കിട്ടും. ഇതിന് സൗകര്യം എന്താണെന്നറിയോ? സൂഫി വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ സാറേ പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് മതത്തിന്റെ മേൽവിലാസങ്ങളെ ഭേദിച്ചു പോകും. ഇവന്റെ ആത്മീയ അന്വേഷണത്തിൽ ഇവന് ഈ നക്ഷബന്ദി ത്വരീക്കത്തിൽ നിന്ന്, കൊടുവള്ളിയിലെ വല്യപ്പച്ചി കൊടുത്ത വെളിച്ചത്തിൽ നിന്ന് അവൻ സ്വന്തമായിട്ട് എലാബറേറ്റ് ചെയ്തപ്പോൾ അവൻ്റെ അന്വേഷണം വളർന്നു. അങ്ങനെ വളർന്നപ്പോൾ ഇവൻ പല ഗുരുക്കന്മാരെയും തേടിപ്പോയി, പല സൂഫി അല്ലെങ്കിൽ ആശ്രമങ്ങളിലും പോയി, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട. ഒടുവിൽ അവൻ എത്തിപ്പെട്ടത് കോയമ്പത്തൂരിലെ സദ്ഗുരു സ്വാമിയുടെ ആശ്രമത്തിലാണ്. ഈഷ ഫൗണ്ടേഷനിലെ സദ്ഗുരുവിന്റെ ഡിസൈപ്പിളായിട്ട് ഇവൻ മാറി. അവൻ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ഭാര്യയെ അവൻ അവിടെ കൊണ്ടുപോയി അവർ ബോധ്യപ്പെടുത്തി. അടുത്ത ഒരാൾ തീർച്ചയായിട്ടും ആത്മീയമായ ഒരു വഴി സ്വീകരിച്ച്, ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പാതയിൽ കടന്നു കഴിഞ്ഞാൽ അത് വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുമല്ലോ. ആദ്യം പ്രചരിപ്പിക്കേണ്ടത് എവിടെ? സ്വന്തം കുടുംബത്തിലാണ്. അപ്പോൾ ഭാര്യയുടെ സഹോദരിയെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. സഹോദരിയെ കൂടി അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് വന്നപ്പോൾ ആദ്യം ആരാ എതിർക്കുക? ഈ ത്വരീക്കത്തുകാരെ തന്നെ എതിർക്കുക. അവർക്കാണല്ലോ നഷ്ടം, അവർ തന്നെ എതിർത്തു. വേറൊരു കാര്യമുണ്ട്, അവരുടെ വീട്ടിലേക്ക് ഇവൻ വരാൻ വന്നപ്പോൾ ഒരു കുടുംബം എന്ന നിലയിൽ ഇനി നീയും നിന്റെ ഭാര്യയും നിന്റെ കുടുംബമാണ്, നിന്റെ ഇഷ്ടമാണ്, നിന്റെ സ്വാതന്ത്ര്യമാണ്, എവിടെ വേണമെങ്കിലും പോയിക്കോ, ഏത് സദ്ഗുരുവിൻ്റെ ആശ്രമത്തിലും പോയിക്കോ, ഈശാ ഗ്രൂപ്പിൽ ചേർന്നോ, കുഴപ്പമില്ല, പക്ഷേ ഈ കുടുംബത്തിൽ നിന്ന് വേറെ ആരെയും കൊണ്ടുപോകരുത് എന്ന് അവർ കുടുംബത്തിൻ്റെതായ ഒരു തറവാടിത്തം ഓണർ കാണിച്ചു. ഈ പ്രശ്നം മനസ്സിലാക്കി അവിടെ കലഹം നടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യം ഓടി വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിനോട് മൊത്തം ശത്രുത
പ്രഖ്യാപിച്ച് നിൽക്കുന്ന അവിടുത്തെ പരമ്പരാഗത ഇസ്ലാമിക സമൂഹമാണ്. ഉം. അവരിത് ഉപയോഗപ്പെടുത്തി. ഉം. ഇത് പോലീസ് ഇഷ്യൂ ആക്കി, കലഹമാക്കി, കലാപമാക്കി. സത്യത്തിൽ ഇത് അതും കൂടി ചേർന്നതാണ്. ഉം. അതും കൂടി ചേരുമ്പോഴാണ് ഈ പക്ഷെ വാർത്ത. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇത് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ഗ്രൂപ്പാണ്. ആണ് അപ്പൊ ഇവര് ശരിക്കും ലുബിനയും റിയാസും ഹിന്ദു ആയിക്കഴിഞ്ഞു, മതത്തിലേക്ക് ഹിന്ദുക്കളായി ആ ഹിന്ദുക്കളായി കഴിഞ്ഞപ്പോഴത്തേക്ക് നിലവിലുള്ള ഈ സൂഫി ഗ്രൂപ്പ് സമ്പ്രദായം എതിർത്തു. ഉം. സൂഫിസം അങ്ങനെ എതിർക്കാൻ എതിർക്കാൻ പാടില്ലാത്തതാണ് ഒന്നത്. രണ്ടാമത്തെ അങ്ങനെ എതിർത്തപ്പോൾ തന്നെ അവരെ സഹായിക്കാൻ പരമ്പരാഗത ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയിട്ട് മാറിയതിനെ സഹായിക്കാൻ ഇവരോടുള്ള ശത്രുത കൊണ്ട് മറ്റവർ വന്നു. അതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അതാണ്. പക്ഷെ അതിൽ ഈ റിയാസ് പോലും അത് പറയുന്നില്ല. അത് പറയേണ്ടതാണ്, സത്യത്തിൽ അത് പറയേണ്ടതാണ്. ഒരു പക്ഷേ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ത്വരീക്കത്ത്, ഈ നക്ഷബന്ദി ത്വരീക്കത്തുകാർ കുറൂർ ഷെയ്ഖ് സ്വീകരിച്ച നിലപാട് അവനും അവൻ്റെ ഭാര്യയുമാണ്, അവൻ്റെ കുടുംബം, അവരവരെ ഇഷ്ടത്തിന് പൊയ്ക്കൊള്ളട്ടെ. പക്ഷെ ആ കുടുംബത്തിൽ കയറി അവരുടെ ത്വരീക്കത്തിൽ എത്രയോ കാലമായി ത്യാഗം സഹിച്ച് പൊരുതി നിൽക്കുന്ന ഒരു കൂട്ടരാണല്ലോ, അവരിൽ വന്ന് പുതിയ വിഭജനം ഉണ്ടാക്കരുത് എന്നേ ആ ഷെയ്ഖ് പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ റിയാസ് പോലും ഇത് പറയുന്നില്ല. അത് പറയണമല്ലോ. എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇപ്പൊ കൊടുവള്ളിയിലെ വല്യപ്പച്ചിയേക്കാൾ എനിക്ക് ബോധ്യമുള്ള ഗുരുവായി കോയമ്പത്തൂരിലെ സദ്ഗുരു സ്വാമികളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവൻ പറയണ്ടേ? അത് അവൻ പറഞ്ഞില്ല. ഇവൻ ആകെ പറയുന്ന ഇതിന്റെ പാതി ഭാഗമാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ അനിയത്തിയെ കൂടി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തെടുക്കാൻ. അല്ല, ഈ വാർത്ത വായിക്കുമ്പോൾ ഭാര്യയുടെ അനിയത്തിയും ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി, ഞങ്ങൾ ഒരുമിച്ച് അമ്മയെ കാണാൻ ചെന്നപ്പോൾ സമ്മതിച്ചില്ല. അതെ, അവരെ തിരിച്ചു വരാൻ സമ്മതിച്ചില്ല. ഭാര്യയുടെ അനിയത്തിയെ കൊണ്ടുപോയത് എവിടെ കൊണ്ടുപോയി എന്ന് പറയണ്ടേ? ഇവന്റെ വീട്ടിലേക്ക്, സ്വന്തം ചേച്ചിയുടെ വീട്ടിലേക്ക് അനിയത്തി പോയാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പോയത് അവിടെയല്ല, കോയമ്പത്തൂരിലെ സദ്ഗുരു സ്വാമിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോൾ വീട്ടിലേക്ക് കടക്കാൻ സമ്മതിക്കാത്ത വിധത്തിലുള്ള. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സൂഫിസത്തിന്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടിന് നിരക്കാത്തതല്ലേ പുതിയൊരു ഗുരുവിനെ തേടിപ്പോയെങ്കിൽ? എക്സാക്ട്ലി സർ, ഇത് സൂഫിസം വന്ന് നിൽക്കുന്ന പുതിയ പതനമാണ്. ഒന്ന്, സൂഫിസത്തിന്റെ പേരിൽ ഒരുപാട് പേര് വ്യാജന്മാരായി രംഗത്തിറങ്ങി ആശ്രമങ്ങൾ സ്ഥാപിച്ച് ഒരുപാട് ഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പൊ കൂണ് പോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ, മലബാറിലൊക്കെ ധാരാളം സൂഫി ഗുരുക്കൻ. പ്രത്യേകിച്ച് സുന്നി സംഘടനകളിൽ നിന്ന് അതിന്റെ സ്ഥാപനവൽക്കരണം, അതിന്റെ അധികാരം, അതിൻ്റെ പണം, ആഡംബരം, അതിൽ നിന്നൊക്കെ മടുക്കുന്നവരൊക്കെ സൂഫികളായി മാറുന്നുണ്ട്, ഗുരുക്കന്മാരായി. ഓരോരുത്തരും ആശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ സാറ് വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ആശ്രമങ്ങളെങ്കിലും ഞാൻ കാണിച്ചു തരാം, 10 ഗുരുക്കന്മാരെ കാണിച്ചു തരാം. അപ്പോൾ അവർ റിജിഡായി തീരുകയാണ്, എല്ലാവരും കൾട്ടായി തീരുകയാണ്. അവനവൻ്റെ ലോകത്ത് വേറെ ആരും വേണ്ട, അല്ലെങ്കിൽ ഇത് വിട്ട് ഒരാൾ പോകാനും പാടില്ല. അപ്പോൾ ഒരു തരം അയൽ രാജ്യങ്ങളെപ്പോലെ, ശത്രു രാജ്യങ്ങളെപ്പോലെ ശത്രുത പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ നക്ഷബന്ദി ത്വരീക്കത്തിലെ എന്നല്ല, ഏത് ത്വരീക്കത്തിലെയും ഒരു സൂഫി വിശ്വാസിയായ ഒരാൾക്ക് ഒരു ഹിന്ദു സന്യാസിയെ ഗുരുവായി സ്വീകരിച്ചാൽ ഒന്നും വരാനില്ല. നമ്മളിപ്പോൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ ഇസ്ലാം വിട്ട് ഹിന്ദു ഗുരുവിന്റെ അടുത്തേക്ക് പോയതിന്റെ പേരിൽ ഊരുവിലക്ക് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്. അത് പക്ഷേ എൻഡോസ് ചെയ്യേണ്ടത് ആരാണ്? ഇത് വസ്തുതാന്വേഷണം നടത്തിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അത് അവിടെ ചെന്നാൽ സാറിനും ബോധ്യപ്പെടും. പക്ഷേ ഇത് ആദ്യം എൻഡോസ് ചെയ്യുന്നത്, പറയേണ്ടതും ആരാണ്? ഈ റിയാസ് ആണ്. അവൻ അത് മാത്രം പറയുന്നില്ല. നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും പറയുന്നില്ല. അവർ എന്തിനാണ് അത് മൂടി വെക്കുന്നത്? ഇന്ത്യൻ എക്സ്പ്രസിന് എനിക്ക് തോന്നുന്നു മറ്റു വാർത്താ മാധ്യമങ്ങളെയൊക്കെ കോട്ട് ചെയ്തായിരിക്കാം വാർത്ത. ഇല്ല, വേറൊരു പത്രവും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അല്ലെ? ഇത്തരം ചില വാർത്തകൾ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എക്സ്ക്ലൂസീവ് ആയിട്ട്. ഇന്നിപ്പോ ഇന്ത്യൻ എക്സ്പ്രസ് മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്, മെഹർ കൊടുക്കുന്നുണ്ടല്ലോ, MK ബഷീർ മകൾക്ക് കെ എം ബഷീറിന്റെ മകന്റെ വിവാഹം മെഹർ കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരിലുള്ള മറ്റേ മൾട്ടിനാഷണൽ ഹുണ്ടായി ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഷെയർ, പുള്ളിയുടെ ഷെയർ മരുമകൾക്ക് മെഹറായി കൊടുത്തു എന്നൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്. അതായത് പുതിയൊരു കൺസെപ്റ്റ്, പണം കൊടുക്കും, സ്വർണം കൊടുക്കും, ആ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് അദ്ദേഹത്തിന്റെ 614 ഷെയറോ മറ്റോ മരുമകൾക്ക് മെഹറായി കൊടുത്തു. മെഹർ മരുമകൾക്ക് കൊടുക്കേണ്ടതല്ല സാർ. അതിലെനിക്ക് തോന്നുന്നു വാർത്തയിൽ പുതുമയുള്ളത് മെഹർ യഥാർത്ഥത്തിൽ പുരുഷന് കൊടുക്കാനുള്ളതാണ്. ഐ മീൻ പുരുഷൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കൊടുക്കാൻ, അച്ഛൻ കൊടുക്കുന്നതല്ല. അച്ഛന്റെ സ്വന്തം മോന്റെ കല്യാണത്തിന് മോന് വേണ്ടി കെ ബഷീർ കൊടുത്തു. അങ്ങനെയാണ്, അത് കറക്റ്റ്. അതിപ്പോ മകന് വേണ്ടി ആവാമെന്ന്, അതിൽ നിയമവിരുദ്ധമായിട്ടും ഇസ്ലാമിക വിരുദ്ധമായിട്ടും ഒന്നുമില്ല. എന്തും കൊടുക്കാം, സമ്പത്തായിരിക്കണം എന്നേ ഉള്ളൂ. ഒറ്റ കാര്യം, ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരം വാർത്തകൾ, കൗതുകമുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ ഈ മറ്റേ
ഒസ്വാനായിട്ടുള്ള ആൾക്ക് ഒസ്വാൻ പള്ളി കമ്മിറ്റി യോഗത്തിൽ എക്സ്പ്രസ് ആണ് നല്ല വാർത്തയായിരുന്നു. ഇസ്ലാമിലെ ജാതീയതയുടെ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതീയതയുടെ അടയാളമായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഈ എക്സ്പ്രസിൽ ആദ്യം നല്ല വാർത്തയാണ്. അതാണ് ജേർണലിസം ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വാർത്തയിൽ ഇത് പൂർണ്ണമാകണമെങ്കിൽ ഈ റിയാസിനെ തന്നെ എല്ലാവർക്കും അറിയാതെ ഒന്ന് ഈ കീഴ്ശ്ശേരിയിൽ ഒന്ന് വസ്തുതാന്വേഷണം നടത്തിയ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതിനകത്ത് സൂഫികളുടെ ഒരു റിജിഡിറ്റി ഉണ്ട്. ഇത് പിന്നീട് ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് മാറുമോ? ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് മാറിയില്ലെങ്കിൽ പോലും ഒരു വലിയ സന്ദേശം അതിലൂടെ കൊടുക്കാനുണ്ട്. അത് സൂഫികൾ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കബീർദാസ് ഉൾപ്പെടെ തൊട്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് ഗുരുനാനാക്കിനെ ഗുരുവായി സ്വീകരിച്ചാലും, നിങ്ങൾക്ക് കബീർദാസിനെ ഗുരുവായി സ്വീകരിച്ചാലും, നിങ്ങൾക്ക് ശങ്കരാചാര്യരെ ഗുരുവായി സ്വീകരിച്ചാലും, നിങ്ങൾക്ക് മൊഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ ഗുരുവായി സ്വീകരിച്ചാലും നിങ്ങൾക്ക് പോകാനുള്ളത് ഒരേ വഴിയാണ്, ആത്മീയ വഴി എന്നാണ്. അതാണ് സൂഫിസത്തിൻ്റെ അടിത്തറ. അപ്പോൾ ആ അടിത്തറയാണ് ഇവർ പറയേണ്ടത്. അത് വികസിപ്പിക്കാൻ പറ്റിയ വാർത്തയായിരുന്നു ഇത്. അതിന് പകരം ഇതിൻ്റെ പകുതി പാർട്ട് മൂടി വെക്കുന്നതോടുകൂടി അതിൻ്റെ യഥാർത്ഥ സതുദ്ദേശപരമായ മാനവികമായ സന്ദേശം മൂടിവെക്കുക കൂടിയാണ്. അല്ല, അത് ആ സെക്റ്റും ചെയ്യുന്നു, അവരാണ് ചെയ്യുന്നത്. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. അവർ എൻഡോഴ്സ് ചെയ്തില്ലെങ്കിൽ ഇയാൾ എങ്ങനെ വാർത്ത കൊടുക്കും? അതെ, എനിക്കിത് അറിയാവുന്നത് അതിൻ്റെ പരമാർത്ഥം എന്താണെന്ന് ഞാൻ വസ്തുതാപരമായി അന്വേഷിച്ച് നടത്തിയതാണ്, അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ്. അത് മാത്രമല്ല, അത് സംബന്ധമായി അവരുടെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കൂടി ചേരും. എൻ്റെ കയ്യിലുണ്ട് അതിന്റെ കോപ്പി. അതായത് ഈ ഗുരുവിന്റെ വല്യപ്പച്ചി എന്ന് വിളിക്കുന്ന കൊടുവള്ളിയിൽ താമസിക്കുന്ന ഷാഹുൽ ഹമീദിന്റെ ഭാഗത്ത്, ഷാഹുൽ ഹമീദ് ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് അവരെന്താ പറയുന്നത്? അവർ പറഞ്ഞ ഇതാണ് പ്രശ്നം. എന്താന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ കോയമ്പത്തൂരിലെ സദ്ഗുരുവിന്റെ ആശ്രമത്തിൽ ചേർന്ന് അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളായി. ഞങ്ങൾ അതിനെതിരല്ല. പക്ഷേ ബാക്കി കുടുംബാംഗങ്ങളെ കൂടി പ്രേരിപ്പിച്ച് അവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആ കുടുംബം തടഞ്ഞ ഒരു കുടുംബ പ്രശ്നമാണ്. അത് മറ്റ് ചില താല്പര്യങ്ങളുടെ പേരിൽ അത് കേസായി ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആക്കി മാറ്റുകയാണുണ്ടായത് എന്ന അവരുടെ വിശദീകരണവും വന്നിട്ടുണ്ട്. അതും കൂടി കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ചിത്രം പൂർണ്ണമാവുക. അതും കൂടി കൊടുക്കുമ്പോൾ ഇതിന്റെ സന്ദേശവും പൂർണ്ണമാവും. അല്ല, അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകൻ അല്ലെ ലേഖികയോ അത് ഉപയോഗിക്കേണ്ടതായിരുന്നു. ഉപയോഗിക്കേണ്ടതാണ്. അത് അറിയാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും ഏകപക്ഷീയമായി കൊണ്ടു കൊടുത്ത വാർത്ത അദ്ദേഹം വാർത്തയാക്കിയോ എന്നും സംശയിക്കേണ്ടതാണ്. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്ത അറിയട്ടെ. ആ ലേഖകന്റെ പേര് അതിനകത്തുണ്ട്. ആണോ? അതാ സാറിന്റെ മുന്നിലിരിക്കുന്നു പത്രം. ലേഖകന്റെ പേരുണ്ടല്ലേ? പൂജ നായർ. കോഴിക്കോട്ടെ ലേഖികയാണ് പൂജ നായർ. അവരത് അറിയട്ടെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ മറുവശം കൂടി ഉണ്ടെന്നും ആ വാർത്ത അപൂർണമാണെന്നും അവരും നമ്മുടെ വാർത്തയിലൂടെ അറിയട്ടെ. ഒരുപക്ഷെ ഇത് ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായി മാറാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കാതിരുന്നതാവാം. അങ്ങനെ ആവാം. സത്യത്തിൽ അത് യഥാർത്ഥത്തിൽ വാർത്ത അതാണല്ലോ. യഥാർത്ഥ വാർത്ത അതാണ്. ഇപ്പൊ ഒരു കാര്യം ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ യാഥാസ്ഥിക മുസ്ലിങ്ങൾ പലപ്പോഴും കാണിക്കുന്ന യാഥാസ്ഥികത്വവും ദുർവാശിയും ഒന്നും കാണിക്കാത്ത, പ്രത്യേകിച്ച് സംഗീതത്തോട്, നൃത്തത്തോട്, അങ്ങനെയുള്ള കലാരൂപങ്ങളോടൊക്കെ യാഥാസ്ഥിക മുസ്ലിം സമൂഹത്തെക്കാൾ എത്രയോ പുരോഗമന നിലപാടാണ് ഇവർക്കുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല എന്ന് പറയുമ്പോഴല്ലേ അത് പൂർത്തിയാകുന്നത്. ഞാനിപ്പോൾ എനിക്ക് എപ്പോഴും ഓർക്കുന്ന കാര്യം, മൻസിയ റൂബിയ 2 സിസ്റ്റേഴ്സ് മലപ്പുറത്ത് നിന്ന് കേരള കലാമണ്ഡലത്തിൽ ചേർന്നതിനെ ചൊല്ലി സുന്നികളായ മതയാഥാസ്ഥികന്മാർ തന്നെ അവിടുത്തെ മഹലിൽ പോലും അവരുടെ അമ്മയുടെ മയ്യത്ത് പോലും കബറടക്കാൻ സമ്മതിക്കാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അന്നും ആ ഇഷ്യൂലൊക്കെ ഞങ്ങളുടെയൊക്കെ കൂടെ നിന്നവരാണ് ഇവർ. എന്നുവെച്ചാൽ പുരോഗമനപക്ഷം എന്ന് വേണം പറയാം. താരതമ്യേന യാഥാസ്ഥിക മുസ്ലിങ്ങളെക്കാൾ പുരോഗമനവാദികളാണ്. പക്ഷെ ക്രമേണ ഈ സൂഫിസം ഒരു സെക്റ്റായി മാറി, കൊച്ചു കൊച്ചു സംഘങ്ങളായി മാറിയപ്പോൾ ഓരോരുത്തരുടെയും മതിലുകൾ അടക്കേണ്ടി വരുന്നുണ്ട്. അത് സൂഫിസത്തിന് തന്നെ നിരക്കാത്ത ഒരാശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.